Hi students, MG University Honours Degree Program മാത്തമാറ്റിക്സിനകത്ത് DSC പേപ്പറാണ് ഗ്രൗണ്ട് റൂട്ട്സ് ഓഫ് മാത്തമാറ്റിക്സ്. മേജറിനും മൈനറിനും അതാണ്. പിന്നെ MDC ഉണ്ട്. അപ്പം DSCക്കകത്ത് മേജറിനും മൈനറിനും ഒരു പേപ്പറാണ്. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ 70 മാർക്കാണ് മാക്സിമം മാർക്ക്. 2 മണിക്കൂറാണ് സമയം. അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും പാർട്ട് എയിൽ 8 ചോദ്യമുണ്ട്. അതിൽ 5 ചോദ്യം ആൻസർ എനി 5 ക്വസ്റ്റ്യൻ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 മാർക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പാർട്ട് എയിൽ നമ്മൾ കണ്ടു 8 ചോദ്യത്തിൽ നിന്ന് ആൻസർ എനി 5 ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. അപ്പോൾ ഇവിടെ മുകളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് ഷുഡ് അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് കോഴ്സ് ഔട്ട്കം ടു എൻഹാൻസ് ദെയർ ഓവറോൾ ഔട്ട്കം അറ്റൈനബിലിറ്റി. അതായത് ഓരോ കോഴ്സ് ഔട്ട്കമ്മിൽ നിന്നും അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ എങ്കിലും വേണം. എന്നിട്ട് ഓരോ പാർട്ടി കൊടുത്തേക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1, 2, 4, 6 ഉണ്ട്. 4 ഔട്ട്കമാണ് ഉള്ളത്. അപ്പം ഇവിടെ 2 1 അതിലെ അറ്റ്ലീസ്റ്റ് 1. ഇവിടെ 2 2 ഉണ്ട്, അവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് 1. ഇവിടെ 2 4 ഉണ്ട്, അവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് 1. ഇവിടെ 2 ക്വസ്റ്റ്യനാ, അത് 6, അതിൽ അറ്റ്ലീസ്റ്റ് 1. പിന്നെ എക്സ്ട്രാ എഴുതണം. അങ്ങനെ ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 മാർക്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് P implies Q ഓഫ് 2 പ്രൊപ്പോസിഷൻസ് P ആൻഡ് Q. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം P implies Qൻ്റെ അർത്ഥം ഇഫ് P then Q എന്നാണ്. പിന്നെ അവിടുത്തെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരയ്ക്കുക. P, Q, P implies Q. അവിടെ എന്താണ്, ആദ്യത്തത് ട്രൂവും രണ്ടാമത്തത് ഫോൾസും ആകുമ്പോൾ ഫോൾസ്, ബാക്കിയെല്ലാം ട്രൂ. റിവിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ ഹാവിങ് 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് വരുന്ന ഒരു പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ, അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാം. അതായത് നമുക്കിഷ്ടമുള്ള എഴുതാം. x + y = 5. ഇപ്പോൾ 2 വേരിയബിൾ ഉള്ള എറണ. ഓക്കെ, നെക്സ്റ്റ്, ഗിവൺ f(x) = √x and g(x) = √1 - x. ഫൈൻഡ് f/g ആൻഡ് റൈറ്റ് ദ ഡൊമൈൻ. ഇപ്പോൾ നമ്മൾ f/g ആകുമ്പോൾ √x / √1 - x. ഇപ്പോൾ റൂട്ടിനകത്ത് മൊത്തത്തിൽ x/1 - x എന്ന് എഴുതാം. അതാണ് f/gയുടെ ആൻസർ. ഡൊമൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഫംഗ്ഷൻ കൊടുക്കാൻ പറ്റണം. അവിടെ പ്രത്യേകത എന്തുവാ, റൂട്ടുണ്ട്, പിന്നെ ഡിനോമിനേറ്ററിനകത്ത് 1 - x ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം x≠1 ആയിരിക്കണം, കാരണം ഡിനോമിനേറ്റർ 0 ആകില്ല. പിന്നെ റൂട്ടിനകത്ത് നെഗറ്റീവ് വരില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, റൂട്ട് x/1 - x അത് > 0 ആയിരിക്കണം. അടുത്ത, ഡിഫൈൻ ഓഡ് ഫങ്ഷൻസ്, ഗീവ് എക്സാമ്പിൾ. A function f is said to be odd if f of -x equal -f of x for all x. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് x പറയാം, sin x പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy/dx if y equal 5x² + 4x + 5. ഇപ്പോൾ y തന്നിട്ടുണ്ട്, dy/dx ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 5 × 2x + 4, അതായത് 10x + 4 ആണ് അവിടുത്തെ ആൻസർ. അടുത്ത ആറാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് f(x) = x - 1/x. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 + 1/x² ആണ്. ഏഴാമത്തെ ചോദ്യം, ചെക്ക് വെദർ ദ ഫോളോയിങ് ലിമിറ്റ്സ് ആർ ഓഫ് ഇൻഡിറ്റർമിനേറ്റ് ഫോം ഓർ നോട്ട്. ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് വെച്ചാൽ ഒന്നുകിൽ ∞ - അല്ലെങ്കിൽ 0 × ∞, 1⁻∞, അങ്ങനത്തെയൊക്കെ ഫോമാണ്. ഒന്നാമത്തെ ചോദ്യം, ലിമിറ്റ് x → 0 + x log x.
അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുത്താൽ 0 ഇൻറ്റു ലോഗ് 0, അതായത് 0 ഇൻറ്റു ഇൻഫിനിറ്റി. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആയതുകൊണ്ട് അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി റൂട്ട് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇൻഫിനിറ്റി ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ഫോമാണ്. അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ റേസ് ടു എക്സ്. നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. അപ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോപ്പിത്താർ റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് 1, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്. എന്നിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 1 ബൈ ഇൻഫിനിറ്റി 0 എന്ന് ആൻസർ കിട്ടും. അടുത്തത് പാർട്ട് ബി ആണ്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്. 8 ചോദ്യത്തിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണം എഴുതുക. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്ക് വീതമാണ്. അപ്പം ആദ്യത്തേന് 2 മാർക്ക് വീതമുള്ള 5. അപ്പം 5 ഇൻറ്റു 2 10 മാർക്കാണ് എ പാർട്ടിന്. പാർട്ട് ബി 5 ഇൻറ്റു 6 30 മാർക്കാണ്. 9ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആൻഡ് യൂണീക്ക്നെസ് ക്വാണ്ടിഫയർ വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ ക്വാണ്ടിഫയർ എന്താണെന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഫോർ എവരി എക്സ് പി ഓഫ് എക്സ്. എക്സിസ്റ്റൻഷ്യൽ ആണെങ്കിൽ ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്. യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ എപ്പോഴും ശരിയാണ്. എക്സിസ്റ്റൻഷ്യൽ എന്ന് വെച്ചാൽ കുറഞ്ഞതൊരാളെങ്കിലും ശരിയാണ്. യൂണീക്ക്നെസ് എന്ന് വെച്ചാൽ കറക്റ്റ് ഒരാൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ഈവൻ നമ്പറും മൾട്ടിപ്പിൾ ഓഫ് 2 ആണെന്ന് പറയാം. അടുത്തത് നമുക്ക് പറയാം ദെയർ എക്സിസ്റ്റ് 1 ഡിജിറ്റ് പ്രൈം നമ്പേഴ്സ്. 1 ഡിജിറ്റ് പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2ഉം 3ഉം 5ഉം 7ഉം ഉണ്ട്. അപ്പോൾ കുറഞ്ഞത് ഒരാളെങ്കിലും വേണം. യൂണീക്ക്നെസ് എന്ന് വെച്ചാൽ കറക്റ്റ് ഒരാൾ. അപ്പം 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. ഈവൻ പ്രൈം ആയിട്ടുള്ള ഒരാളേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഷോ ദാറ്റ് നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ഓർ ആർ ആർ ലോജിക്കലി ഈക്വലൻ്റ്. അപ്പം നമുക്കിത് ട്രൂത്ത് ടേബിൾ വഴി നോക്കാം. ട്രൂത്ത് ടേബിൾ വഴി ഇതിൻ്റെ കോളവും ഐഡൻറ്റിക്കൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി പിയുടെ കോളം വേണം, ക്യൂവിൻ്റെ കോളം വേണം, ആറിൻ്റെ കോളം വേണം, നെഗേഷൻ പിയുടെ കോളം വേണം, ക്യൂ ഇംപ്ലൈസ് ആറിൻ്റെ കോളം വേണം, പി ഓർ ആറിൻ്റെ കോളം വേണം. പിന്നെന്തുവാ? നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആറിൻ്റെ കോളം വേണം, ക്യൂ ഇംപ്ലൈസ് പി ഓർ ആറിൻ്റെ കോളം വേണം. ആ 2 കോളവും ഐഡൻറ്റിക്കൽ ആണെന്ന് കിട്ടും. അങ്ങനെ ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പറയാം. അടുത്ത് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് ഗ്രാഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ 5 മൈനസ് 2x. ഇപ്പം 5 മൈനസ് 2x ഏത് വാല്യൂ കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സ് 6. ഇനി അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ y ഈക്വൽ 5 മൈനസ് 2x എന്ന രീതി വെക്കാം. എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമല്ലോ. ഇങ്ങനെ കോളം വരച്ച് എക്സ് എന്ന y എന്ന് എഴുതിയിട്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്തോ കിട്ടും? 5 എന്ന് കിട്ടും ഇല്ലേ? എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ y എന്തോ കിട്ടും? 5 എന്ന് കിട്ടും. ഇനി yക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ എക്സ് എന്തോ കിട്ടും? 5/2 എന്ന് കിട്ടും. എന്നിട്ട് അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ്. കാരണം ഇത് ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് 2 പോയിന്റ് കിട്ടിയാൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കും. അടുത്ത 12ാമത്തെ ചോദ്യം വെരിഫൈ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് എഫ് കോമ്പസിഷൻ ജി ഐഡൻറ്റിറ്റി കിട്ടണം, ജി കോമ്പസിഷൻ എഫ് ഐഡൻറ്റിറ്റി കിട്ടണം. അത് ചെയ്യാവുന്നതേ ഉള്ളേ. അടുത്തത് ഫൈൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇഫ് y ഈക്വൽ സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. അതായത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് കോസ് 2x എന്ന് കിട്ടും. ഫസ്റ്റ് ഡെറിവേറ്റീവ് കോസ് 2x എന്ന് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? മൈനസ് സൈൻ 2x ഇൻറ്റു 2. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫൈൻ ദ 14ാമത്തെ ചോദ്യം ഫൈൻ ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ബൈ എക്സ് പ്ലസ് 1. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ അല്ലയോ. അപ്പം മൈനസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു
ഇനി എക്സ് ബൈ എക്സ് പ്ലസ് വൺ കോഷ്യൻ റൂൾ വെച്ച് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ആ രീതി ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വണ്ണ് ഇൻറ്റു വണ്ണ് മൈനസ് എക്സ് ഇൻറ്റു വണ്ണ് ബൈ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. അങ്ങനെ നമുക്ക് ചെയ്യാം. 15ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 8 ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അപ്പം നമ്മൾ ആദ്യം ആൻസറിനകത്ത് എഫ് ഓഫ് എക്സ് എഴുതുക, അടുത്തതിനകത്ത് എഫ് ഡാഷ് എക്സ് എഴുതുക. എഫ് ഡാഷ് എക്സ് നമുക്ക് 2x മൈനസ് 3 എന്ന് കിട്ടും. ഇനി എഫ് ഡാഷ് എക്സ് 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അതായത് 2x മൈനസ് 3 0, 2x 3, എക്സ് എന്ന് വെച്ചാൽ 3/2. അപ്പോൾ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിനെ രണ്ടായിട്ട് തിരിക്കും. എങ്ങനെയാ? മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 3/2 വരെയും 3/2 തൊട്ട് ഇൻഫിനിറ്റി വരെ. അതിനകത്ത് എഫ് ഡാഷ് ഓഫ് എക്സിന് എന്ത് സംഭവിക്കുന്നു? അപ്പം 0 ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ കിട്ടും. അടുത്ത രണ്ടാമത്തത് 4ഓ 5ഓ എന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഇൻ്റർവെല്ലിൻ്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കിട്ടും. പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. അടുത്ത 16ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ യൂസിങ് ലോപിത്താഡ് റൂള്. ചെക്ക് ദ റിസൾട്ട് ബൈ ഫാക്ടറിങ്. ലോപിത്താഡ് റൂൾ അനുസരിച്ച് ഇത് 1 കൊടുക്കുമ്പം 0/0 ഫോം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എന്നിട്ട് നോക്കുക. അത് വീണ്ടും 0/0 ആണെങ്കിൽ വീണ്ടും ചെയ്യും. അങ്ങനെ ചെയ്ത് പോവുക. അങ്ങനെ ലോപിത്താഡ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഫാക്ടറൈസേഷൻ വഴി ചെയ്യുവാണെങ്കിൽ താഴെ നമുക്ക് എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ എക്സ് മൈനസ് 1 എന്ന് കിട്ടും. മേളിൽ നമ്മൾ ആദ്യത്തെ 2 ടേമിൽ എക്സ് സ്ക്വയർ കോമൺ എടുക്കും. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 1 പ്ലസ് ഇവിടെ എക്സ് മൈനസ് 1 വീണ്ടും എക്സ് മൈനസ് 1 കോമൺ എടുത്ത് അങ്ങനെ ചെയ്ത് വെട്ടിക്കളഞ്ഞ് ചെയ്യാം. എന്നിട്ട് ലിമിറ്റ് ഇട്ട് കൊടുത്താലും രണ്ടിനും ഒരേ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. പാർട്ട് സിയിൽ നമുക്ക് 6 ചോദ്യമുണ്ട്. 6ൽ നിന്ന് ആൻസർ എനി 3 ഔട്ട് ഓഫ് 6. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 10 മാർക്ക്. അപ്പം 3 × 10 30 മാർക്ക്. അങ്ങനെ 10, 30, 30 70 മാർക്കിനാണ് പരീക്ഷ. 17ാമത്തെ ചോദ്യം, എ ഷോ ദാറ്റ് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ആൻഡ് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ആൻഡ് ഫോർ എവരി എക്സ് ക്യൂ ഓഫ് എക്സ് ആർ ലോജിക്കലി ഇക്വലൻറ്റ്. നമുക്ക് ലോജിക്കൽ പല റൂൾസ് പഠിച്ചിട്ടുണ്ട്. ആ റൂൾസ് വെച്ച് ക്വാണ്ടിഫയറിനകത്ത് റൂൾസ് ഒക്കെ ഉണ്ട്. അത് വെച്ചാണ് ലോജിക്കലി ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ ഷോ ദാറ്റ് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഓർ ഫോർ എവരി എക്സ് ക്യൂ ഓഫ് എക്സ് ആൻഡ് ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ് ആർ നോട്ട് ലോജിക്കലി ഇക്വലൻ്റ്. അവിടെ നമ്മൾ ആ ലോജിക്കൽ ലോ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോന്നിനും 5-5 മാർക്ക് വീതമായിരിക്കും. 18ാമത്തെ ചോദ്യം, എ ഡിഫൈൻ എ 1-1 ഫംഗ്ഷൻ സ്റ്റേറ്റ് ദ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഫോർ ദ 1-to-1 ഫംഗ്ഷൻ. ഇപ്പം 1-1 ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ, അല്ലെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ. എന്നിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. 1-1 ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x. ഇനി ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏത് പോയിന്റിൽ കൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും എന്ത് പറയാം? അറ്റ്ലീസ്റ്റ് ഒരിടത്ത് മാത്രമേ അത് ടച്ച് ചെയ്യത്തുള്ളൂ. ഓക്കെ. അടുത്ത സ്കെച്ച് ദ ഫോളോയിങ് ഫംഗ്ഷൻ ആൻഡ് ഡിറ്റർമിൻ വെദർ ദ ഫംഗ്ഷൻസ് ആർ 1-1 ഓർ നോട്ട്. y ഈക്വൽ √x, y ഈക്വൽ എക്സ് സ്ക്വയർ. ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് നമുക്ക് പറയാം ഇത് 1-1 ആണോ 1-1 അല്ലയോ എന്ന്. അപ്പം y ഈക്വൽ √x അത് 1-1 ആണ്. y ഈക്വൽ എക്സ് സ്ക്വയർ 1-1 അല്ല. കാരണം -1ൻ്റെ സ്ക്വയറും 1ൻ്റെ സ്ക്വയറും എന്തുവാ? സെയിം 1 തന്നെയാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ 1ൽ കൂടെ വരയ്ക്കുമ്പോൾ -1ലും 1നും അത് ടച്ച് ചെയ്യും. 19ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോമ്പസിറ്റ്സ് എഫ് കോമ്പസിഷൻ ജി, ജി കോമ്പസിഷൻ എഫ്, എഫ് കോമ്പസിഷൻ എഫ്, ജി കോമ്പസിഷൻ ജി and the domain of each of the function if f of x equal √x and g of x equal x plus 1. അപ്പോൾ എഫ് കോമ്പസിഷൻ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് വെച്ചാൽ √x പ്ലസ് 1 ആണ്. ഇനി ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് ജി ഓഫ് √x ആണ്.
അതിൻ്റെ ആൻസർ റൂട്ട് എക്സ് പ്ലസ് 1 ആണ്. ഇനി എഫ് കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് റൂട്ട് എക്സ്, അതായത് റൂട്ട് ഓഫ് റൂട്ട് എക്സ്. ഇനി ജി കോമ്പസിഷൻ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ജി ഓഫ് എക്സ് ജി ഓഫ് എക്സ് പ്ലസ് 1 എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 1 പ്ലസ് 1. അതാണ് അതിൻ്റെ കോമ്പസിറ്റ്. ഇനി അതിൻ്റെ ഡൊമൈൻ ഓരോ ഫംഗ്ഷൻ്റെ എഫ് കോമ്പസിഷൻ ജിയുടെ ജി കോമ്പസിഷൻ എഫിൻ്റെ എഫ് കോമ്പസിഷൻ എഫിൻ്റെ ജി കോമ്പസിഷൻ എഫിൻ്റെ എഴുതണം. അതായത് റൂട്ട് വരുവാണെങ്കിൽ റൂട്ടിനകത്ത് നെഗറ്റീവ് ഒന്നും വരില്ല. അപ്പോൾ റൂട്ടിനകത്ത് സാധാരണ 0 തൊട്ട് പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം വരും. എക്സ് പ്ലസ് 1 ആകുമ്പോൾ എല്ലാം വരും. അത് രണ്ടും കൂടെ കോമ്പസിറ്റ് ആകുമ്പോൾ എന്തോ വരുമെന്ന് ആലോചിച്ച് എഴുതാം. അതിൻ്റെ ബി എ ഗിവൺ ദ ഫംഗ്ഷൻ y ഈക്വൽ എക്സ് സ്ക്വയർ റൈറ്റ് ദ ഫോർമുല വെൻ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ഷിഫ്റ്റഡ് അപ്പ് 1 യൂണിറ്റ് ആൻഡ് സ്കെച്ച് ഇറ്റ്. അപ്പോൾ y ഈക്വൽ എക്സ് സ്ക്വയർ, അതിൻ്റെ ഗ്രാഫ് ഒരു പരാബോള ഷേപ്പ് നമുക്കറിയാം. 1 മീറ്റർ ഷിഫ്റ്റ് ചെയ്തു, ഷിഫ്റ്റ് അപ്പ് മേളിൽ. അപ്പോൾ 0 ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നത് 1ൽ കൂടെ പാസ് ചെയ്യും. എന്നിട്ട് അത് പടം വരയ്ക്കുക. യൂസ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ടു ഫൈൻഡ് dy by dx ഇഫ് 2 into x square plus y square the whole square equal 25 into x square minus y square at the point 3, 1. അപ്പം നമ്മൾ ഇത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരും? 2 into x square plus y square into 2x plus 2y dy by dx equal to 25 into 2x minus 2y dy by dx. എന്നിട്ട് dy by dx വരുന്ന ടൈമല്ല ഒരിടത്തും, അല്ലാത്തത് മറ്റേ വശത്ത്. എന്നിട്ട് dy by dx കോമൺ എടുക്കുക, ബാക്കിയുള്ളത് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരും. എന്നിട്ട് എക്സിന് 3 എന്നും വൈക്ക് 1 എന്നും ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. 21ാമത്തെ ചോദ്യം, ഡിറ്റർമിൻ ദ ഇൻ്റർവെൽസ് വെയർ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. എഫ് ഓഫ് എക്സ് ഈക്വൽ 2x³ മൈനസ് 24x പ്ലസ് 7, എഫ് ഓഫ് എക്സ് ഈക്വൽ x റൈസ് ടു 4a മൈനസ് 4x. മുമ്പേ നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ പറഞ്ഞതേ ഉള്ളൂ. അതേ രീതി ചെയ്താൽ മതി. എഫ് ഡാഷ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഇൻ്റർവെല്ലിൽ എഫ് ഡാഷിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഡിറ്റർമിനറ്റ് ഫോം ആൻഡ് ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് സൈൻ പൈ ബൈ എക്സ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 സീക്ക് 3x കോസ് 5x. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ഇൻറ്റു സൈൻ 0 0 ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ഇൻറ്റു 0 ഫോം ആണ്. രണ്ടാമത്തത് കോസ് പൈ ബൈ 2 നമുക്കറിയാം 0 ആണെന്ന്. അപ്പോൾ സീക്ക് 3π/2 അത് ഇൻഫിനിറ്റിയാണ്. കോസിൻ്റെ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് സൈൻ πx ബൈ 1/x എന്ന രീതിയിൽ എഴുതി 0 ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വെച്ച് അത് ലോപിത്താർ റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യുകയാണ്. രണ്ടാമത്തത് കോസ് 5x ബൈ കോസ് 3x എന്ന രീതി ചെയ്യും. ഇത്രയാണ് നമ്മുടെ DSC മേജർ ആൻഡ് മൈനറിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് MDCയുടെ ക്വസ്റ്റ്യൻ നോക്കാം. MDC 50 മാർക്കിനാണ്. Students should attempt at least one question from each course outcome to enhance their overall outcome attainability. Part Aയിൽ answer any 10 questions. Each question carries 2 mark. അതായത് 20 മാർക്കാണ് അവിടെ ഉള്ളത്. 15 ചോദ്യമുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 10 എഴുതാം. Which of the following is a prime number? 29, 55, 24, 12. 29 ആണ് ആൻസർ. HCF of 3 numbers. HCF കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. HCF 513, 1134, 1215. അത് നമ്മൾ എഴുതി ബോക്സ് വരച്ച് ഇത് 3 3യുടെ ടേബിളിലുണ്ട്. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് എഴുതും. വീണ്ടും അങ്ങനെ എഴുതി 3 കോമൺ ആയിട്ട് വരുന്നതാണ് അതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുന്നതാണ് HCF. സിംപ്ലിഫൈ 1200 പ്ലസ് 568 ഡിവൈഡ് ബൈ 8 മൈനസ് 35. അപ്പോൾ ഇവിടെ ഈ ഡിവൈഡ് ആദ്യം ചെയ്യും.
അപ്പോൾ 1200 പ്ലസ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 71 മൈനസ് 35. 1200 പ്ലസ് 71 മൈനസ് 35 1236 ആൻസർ കിട്ടും. വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 0.16? 0.4 ആണ്. കാരണം 0.4ൻ്റെ സ്ക്വയറിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. ഇവിടെ ഒരു നമ്പർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് എ ബി ഈക്വൽ 36? അപ്പോൾ ഇതിനകത്ത് ഏതാണ്? നമുക്കറിയാം ഈ ഫോം വരുവാണെങ്കിൽ ഇവിടെ 9ഉം ബിയും ആണ് എക്സ്ട്രീം, 4ഉം എയും ആണ് മീൻ. അപ്പോൾ 9 × 4 ചെയ്യുമ്പോൾ 4 × a എന്ന് കിട്ടണം. ആ രീതി കിട്ടണം. ഇവിടെ എന്തുവാ ചെയ്തേ? ഇവിടെ നോക്കിയാൽ മതി. ലാസ്റ്റ് 9 × 4 36 ആണ്. a × b എ ബി ആണ്. അപ്പോൾ എ ബി ഈക്വൽ 36. ഇനി അടുത്തത് തേർഡ് പ്രൊപ്പോർഷണൽ ടു 4 and 6. തേർഡ് പ്രൊപ്പോർഷൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 4:6 ഈക്വൽ 6:2 എന്താണ്? അത് നമ്മൾ ഇപ്പം മേളിൽ പറഞ്ഞ രീതി ചെയ്യുമ്പോൾ 4 × x എന്ന് വെച്ചാൽ 36. അപ്പോൾ 4 × 9 ആണ് 36. അപ്പോൾ 9. ഇനി 0.2%നെ ഡെസിമൽ ആക്കുക. അപ്പോൾ 0.2 ഡിവൈഡ് ബൈ 100 0.002 ആണ് ആൻസർ. അടുത്തത് രാകേഷ് ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തു 5400 രൂപയ്ക്ക്. ഒരു റെഫ്രിജറേറ്റർ 9600 രൂപയ്ക്ക്. എന്നിട്ട് അത് വിറ്റു. മൊബൈൽ ഫോണ് കോസ്റ്റ് പ്രൈസിൻ്റെ പകുതി വിലയ്ക്ക്, അതായത് 2700 രൂപയ്ക്ക് വിറ്റു. റെഫ്രിജറേറ്റർ 7200 രൂപയ്ക്ക് വിറ്റു. അപ്പം വാങ്ങിയേക്കാൾ പൈസ കുറവാണ് വിൽക്കാനെടുത്ത്, അതുകൊണ്ട് ലോസ് ആണ്. ഇനി ലോസ് എന്തുവാ? ഇത് രണ്ടിൻ്റെയും കൂടെ CP കൂട്ടുക, രണ്ടിൻ്റെയും കൂടെ SP കൂട്ടുക. CP മൈനസ് SP ആണ് പ്രോഫിറ്റ്, ലോസ്. എന്നിട്ട് ലോസ് പെർസെൻറ്റാണ് ചോദിച്ചതെങ്കിൽ എന്തുവാ? ലോസ് ബൈ CP × 100 ചെയ്താൽ മതി. അടുത്തത് ദ ഏജസ് ഓഫ് 2 persons differ by 16 years. If 6 years ago the elder one be 3 times as old as younger one, find the percentages of younger one. അപ്പോൾ 2 പേരുണ്ട്, X Y. അതിൻ്റെ ഡിഫറൻസ് 16 ആണ്. എന്ന് വെച്ചാൽ ഒരാടെ 16ഉം ഒരാടെ എക്സും ഒരാടെ 60 മൈനസ് എക്സ്, അല്ലെങ്കിൽ എക്സും വൈയും ആണ്. X മൈനസ് വൈ ആണ് 16. ഇനി 6 വർഷം മുമ്പ് അപ്പം മൈനസ് ചെയ്യുക. ആദ്യത്തെ X മൈനസ് 6, മറ്റേത് Y മൈനസ് 6. അതെന്തോ 3 ടൈംസ് ആണ്. അപ്പോൾ X മൈനസ് 6 ഈക്വൽ 3 × Y മൈനസ്. എന്നിട്ട് നമ്മൾ ഈ 2 ഇക്വേഷനൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടും. അത് വെച്ചാണ് ചെയ്യുന്നത്. അടുത്തത് അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എ സർട്ടൺ സം വിൽ ബി ഡബിൾഡ് ഇൻ 15 years. 15 വർഷം കൊണ്ട് ഇടുന്ന പൈസ ഡബിൾ ആകണമെങ്കിൽ എത്ര ശതമാനം പലിശ ഇടണം? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് PNR ആണ് ഇൻട്രസ്റ്റ്. അപ്പം നമ്മൾ ഇടുന്ന പൈസ തന്നെ ഇൻട്രസ്റ്റ് കിട്ടിയാലേ മൊത്തം രൂപ ഡബിൾ ആകത്തുള്ളൂ. അപ്പോൾ PNR ബൈ 100 ഈക്വൽ P. രണ്ട് സൈഡിലെ P വെട്ടിപ്പോകും. അപ്പം 15 × 6 ബൈ 100 ഈക്വൽ ടു 1. 15 × 6 ഈക്വൽ ടു 100. 6 ഈക്വൽ 100/15. 100/15 ചെയ്യുമ്പോൾ നമുക്ക് 5 കൊണ്ട് വെട്ടുമ്പം 20/3 എന്ന് കിട്ടും. 20/3 ചെയ്യുമ്പോൾ 6 2/3 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ടുഡേ ഈസ് വെനസ്ഡേ. ആഫ്റ്റർ 89 days ഇറ്റ് വിൽ ബി. അപ്പം 89 7ൻ്റെ ടേബിൾ വെച്ച് 89 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തോ കിട്ടും? 84 കഴിഞ്ഞിട്ട് 5 days കൂടെ റിമൈൻഡർ വരും. അപ്പം വെനസ്ഡേയുടെ കൂടെ 5 days കിട്ടുക. അപ്പോൾ എന്തൊക്കെ വരും? തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ മൺഡേ. അടുത്തത് പീറ്റർ ആൻഡ് പോൾ ടുഗദർ ക്യാൻ വർക്ക് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days ആൻഡ് പോൾ അലോൺ ഇൻ 20 days. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ പീറ്റർ അലോൺ കംപ്ലീറ്റ് ദ വർക്ക്?
അപ്പം നമുക്ക് രണ്ട് പേര് ചേർന്ന വർക്ക് ആയതുകൊണ്ട് എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് വൈ ആണ് 10. അതിൽ എക്സ് 20 ആണ്. അപ്പോൾ 20y ബൈ 20 പ്ലസ് വൈ ഈക്വൽ ടു 10. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അടുത്തത്, ഇഫ് എ സ്പെൻഡ്സ് 5 hours per day for a work, he can complete it in 8 days. If B working the same hours every day can complete 6 days, how long will they take to do the working together 5/7 hours a day? 12ാമത്തെ ക്വസ്റ്റ്യനിൽ വ്യത്യാസമുണ്ട്. അവിടെ ഓരോ ദിവസവും ചെയ്യുന്ന അവറൂടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് അത് ചെയ്യേണ്ടത്. 14ാമത്തെ ചോദ്യം, എ സൈക്ലിസ്റ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 750 meter in 2 minutes 30 seconds. വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ km/h? അപ്പോൾ ആദ്യത്തേനെ കിലോമീറ്റർ ആക്കുമ്പോൾ എന്ത് കിട്ടും? 750/1000 0.75. 2 മിനിറ്റ് 30 സെക്കൻഡ്. അതിനെ അവർ ആക്കുമ്പോൾ എന്ത് കിട്ടും? 2 മിനിറ്റ് 150 സെക്കൻഡ് എന്നെ അവർ ആക്കാൻ 150 സെക്കൻഡിനെ അവർ ആക്കാൻ 150/60/60. എന്നിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ km/h സ്പീഡ് കിട്ടും. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ₹4500, 8.5% സ്റ്റോക്ക് അറ്റ് ഫോർ പ്രീമിയം. അത് ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത്രയാണ് പാർട്ട് എയിൽ. പാർട്ട് ബിയിൽ നമുക്ക് 16 തൊട്ട് 30 വരെ 15 ചോദ്യമുണ്ട്. ആൻസർ ഇനി 10 ആണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്, അങ്ങനെ 30 മാർക്ക്. അങ്ങനെ 20, 30, 50 മാർക്കാണ്. ഫ്രാക്ഷൻ്റെ LCM ആണ്. ഫ്രാക്ഷൻ്റെ LCM എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിൻ്റെ LCM ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF. 3, 6, 9 അതിൻ്റെ LCM എന്ന് വെച്ചാൽ 18. 4, 7, 8 അതിൻ്റെ HCF എന്ന് വെച്ചാൽ 1. അപ്പോൾ 18/1 18 ആൻസർ. ഇനി A7ഉം B5ഉം ആണെങ്കിൽ A³ - B³ + 3A²B. ഇതിനകത്ത് Aക്ക് 7 Bക്ക് 5 ഇട്ട് കൊടുത്താൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 3.14 × 10⁻⁶? അപ്പം 3.14 പിന്നെ 6 0 വരുന്നത്. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആയതുകൊണ്ട് 314 കഴിഞ്ഞിട്ട് 4 0. അപ്പോൾ ഇതാണ് ആൻസർ. താഴെ തന്നേക്കുന്ന ഫ്രാക്ഷനിൽ ഏറ്റവും ചെറുത് ഏതാണ്? 13/16, 15/19, 17/21, 7/8. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇത് ഓരോ വാല്യൂ ഇട്ട് കൊടുത്താൽ അതിൻ്റെ പോയിന്റ് കിട്ടും. പോയിന്റിൽ ഏറ്റവും ചെറുതാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 17/21 ആണ് ഏറ്റവും ചെറുതെന്ന് തോന്നുന്നു. ചെയ്ത് നോക്കുക. അടുത്ത, ഇഫ് m ഈസ് പ്രൊപ്പോർഷണൽ ടു n, m = 5 when n = 4, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് m ഇഫ് n = 8? അപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് 5:4 = m:8. അപ്പോൾ m 10 ആയാലേ പറ്റത്തുള്ളൂ. ദ സാലറി ഓഫ് എ പേഴ്സൺ വാസ് റെഡ്യൂസ്ഡ് ബൈ 10%. By what person should his reduced salary be raised so as to bring it at par with his original salary? ഒരാളുടെ സാലറി 10% കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ റെഡ്യൂസ് സാലറിയിൽ നിന്ന് ഒറിജിനൽ സാലറിയിൽ നിന്ന് എടുത്താൽ എത്ര ശതമാനം റേസ് ചെയ്യണമെന്ന് ഇക്വേഷനുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്തത്, 5 out of 2250 of the earth is sulfur percentage. അപ്പോൾ 5/2250 × 100 ചെയ്താൽ മതി. അടുത്ത, the owner of a cell phone charges his customer 23% more than the cost price. The customer paid ₹7011 for the cell phone. What is the original cost price? Original cost price X ആണ് എടുക്കുക. അപ്പം 23% മോറാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 123/100 എന്ന് പറയുന്നത് 7011 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. 7011 × 100/23 ചെയ്താൽ മതി. അടുത്തത്,
എ മാൻ സോൾഡ് 2 ചെയർസ് അറ്റ് ₹1200 ഈച്ച്. ഒന്നിന് 20% ലാഭവും ഒന്നിന് 20% നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ളത് ലാഭമാണോ നഷ്ടമാണോ? അപ്പം 1200 രൂപയാണ് ആ ഒരു ചെയറിന്. അതിന് ഗെയിന് 20%. അടുത്തത് 1200, അതിന് ലോസ് 20%. അത് രണ്ടും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 2 men is 10 years. 15 വർഷം ago, the elder one was twice the old as younger one. Present age of elder man. അപ്പം മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് രണ്ട് പേരുടെ ഏജ് എക്സും വൈയും, എക്സ് മൈനസ് വൈ 10 ആണ്. എക്സ് മൈനസ് 15 എന്ന് പറയുന്നത് 2 × y-15 ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടും. അതിൽ എക്സ് ആണ് മൂത്തത്, അതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പിൾ പി തന്നിട്ടുണ്ട്, 18 വർഷം തന്നിട്ടുണ്ട്, 10% പെർ ആനം ആണ്. അപ്പം എമൗണ്ട് എന്ന് വെച്ചാൽ പി × 1+r/100⁻n ആണ്. എന്നിട്ട് അതിൽ നിന്ന് ആ ആൻസറിൽ നിന്ന് പി കുറയ്ക്കുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടും. വർക്ക് ഡണ്ണിൻ്റെ ചോദ്യമാണ് വീണ്ടും. എ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 10 days, ബിക്ക് 12 ദിവസം, സിക്ക് 15 ദിവസം. അവരെല്ലാവരും കൂടെ ചേർന്ന് ടുഗദർ ചെയ്യുമ്പം എ ഹാസ് ടു ലീവ് ദ വർക്ക് ആഫ്റ്റർ 2 days ഓഫ് ദ സ്റ്റാർട്ട് ആൻഡ് ബി 3 days ആഫ്റ്റർ കംപ്ലീഷൻ. ഹൗ മെനി ഡേയ്സ് വിൽ ദ ടോട്ടൽ വർക്ക് ലാസ്റ്റ്? അതിന് പ്രത്യേക ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് ചെയ്യുക. അടുത്തത് എ മാൻ ട്രാവൽഡ് ഫ്രം ദ വില്ലേജ് ടു ദ പോസ്റ്റ് ഓഫീസ് അറ്റ് ദ റേറ്റ് ഓഫ് 25 km/h ആൻഡ് walked back at the rate of 4 km/h. The whole journey took 5 hours 48 minutes. Find the distance. അപ്പോൾ ആദ്യത്തെ ടോട്ടൽ സ്പീഡ്, നമ്മൾ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് എടുത്തോ. എന്നിട്ട് x/25 ചെയ്യുമ്പം ആദ്യത്തെ സമയം കിട്ടും, x/4 ചെയ്യുമ്പോൾ രണ്ടാമത്തെ സമയം കിട്ടും. അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 5 hours 48 minutes കിട്ടുന്നത്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ ആൻസർ കിട്ടും. എക്സ് ആണ് ദൂരം. അടുത്ത എ കാർ ഈസ് ഡ്രൈവൺ അറ്റ് ദ സ്പീഡ് ഓഫ് 100 km/h and stop for 10 minutes at the end of every 150 km. To cover a distance of 1000 km, it will take how many hours? അപ്പം 100 km/h പോവുകയാണ്, 10 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്ത് അറ്റ് ദ എൻഡ് ഓഫ് ഓരോ 150 km. അങ്ങനെയാണെങ്കിൽ 1000 km എത്ര സമയം എടുക്കും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ്, 7.5% സ്റ്റോക്ക് അറ്റ് 105 ഓർ 6.5% സ്റ്റോക്ക് ഓഫ് 94? ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇതല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സസൈസിലുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകും. നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷയാണ് എന്ന് വെച്ചാൽ കോളേജ് ലൈഫിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകളാണ്, പ്രത്യേകിച്ച് 4 year കോഴ്സാണ്. അപ്പം ഒത്തിരി ചോദ്യങ്ങൾ ട്രൈ ചെയ്ത് നല്ല മാർക്ക് വാങ്ങിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.